രമേഷിന് അയാളുടെ ഭാര്യയേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. അവരുടെ 25ാം വിവാഹ വാർഷികം ആഘോഷിച്ചപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 97. വിവാഹ സമയത്ത് ഭാര്യയുടെ വയസ്സ് എത്ര? നമുക്ക് വിവാഹ സമയത്ത് ഭാര്യയുടെ വയസ്സാണ് കാണേണ്ടത്. അത് എക്സ് എന്ന് കരുതുക. വിവാഹ സമയത്ത് ഭാര്യയുടെ വയസ്സ് എക്സ്. അപ്പോൾ രമേഷിൻ്റെ വയസ്സ് വിവാഹ സമയത്ത് ഇവിടെ പറയേണ്ട രമേഷിന് അയാളുടെ ഭാര്യയേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. വിവാഹ സമയത്ത് ഭാര്യയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ രമേഷിൻ്റെ വയസ്സ് 5 കൂടുതൽ, എക്സ് പ്ലസ് 5. ഇത് വിവാഹ സമയത്തെ വയസ്സുകൾ. അപ്പോൾ 25 വർഷം കഴിയുമ്പോഴത്തെ വയസ്സ് ഇതിനേക്കാൾ 25 കൂടുതലായിരിക്കും. പ്ലസ് 25 പറഞ്ഞാൽ 25 വർഷം കഴിയുമ്പോൾ വയസ്സ് ഭാര്യയുടെ എത്രയാവും? എക്സ് പ്ലസ് 25. രമേഷിൻ്റെ എന്താവും? ഇതിൻ്റെ കൂടെ 25 കൂട്ടണം. അപ്പോൾ എക്സ് പ്ലസ് 30 എന്ന് വരും. ഇത് രണ്ടും രമേഷിൻ്റെയും ഭാര്യയുടെയും 25 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള വയസ്സാണ് വിവാഹ വാർഷിക സമയത്ത്. ഇനി എന്താ പറയണത്? 25ാം വിവാഹ വാർഷികം ആഘോഷിച്ചപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 97. അതായത് ഈ 2 വയസ്സും കൂടി കൂട്ടിയ 97 എന്ന് പറയുന്നുണ്ട്. എക്സ് പ്ലസ് 25 കൂട്ടണം എക്സ് പ്ലസ് 30 സമം 97. ഇതിൽ നമുക്ക് ഒരു എക്സും കൂട്ടിയ 2x പ്ലസ് 25 30 കൂട്ടിയ 55 സമം 97. നമുക്ക് ഈ സമവാക്യത്തിൽ പ്ലസ് 55 വലത്തോട്ട് എടുത്തു, സമത്തിൻ്റെ വലത്തോട്ട്. അപ്പോൾ 2x സമം 97 മൈനസ് 55. 2x സമം ഇവിടെ കുറയ്ക്കുമ്പോൾ 97 55 കുറച്ചാൽ 42 വരും. 2x സമം 42 ആണെങ്കിൽ എക്സ് 42/2 21 എക്സ്. അതായത് വിവാഹ സമയത്ത് ഭാര്യയുടെ വയസ്സ് എത്രയാണ്? 21. നമ്മുടെ ചോദ്യം അതാണ്. വിവാഹ സമയത്ത് ഭാര്യയുടെ വയസ്സ്. ഉത്തരം 21.